ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്റർ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അതായത് ഈ ചാപ്റ്റർ ഫുൾ നമ്മളെ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതാണ് GAAP എന്ന് പറയും. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് ലോകത്ത് എവിടെയുള്ള അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഇന്ത്യ ആവാം, അമേരിക്ക ആവാം, ജപ്പാൻ, ഏത് കൺട്രി ആയിക്കോട്ടെ, ആ കൺട്രിയിലെ അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് തത്വങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് കേട്ടോ. വേൾഡിലെ ഏത് കൺട്രിയിലായാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള, ജനറലി അക്സെപ്റ്റഡ് ആണ് കേട്ടോ. അതായത് എവിടെയും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ പ്രിൻസിപ്പിളും അത് കാണിക്കാൻ പോവാം കേട്ടോ. ഓക്കെ, ഇതാ നമുക്ക് ഗ്യാപ്പിൽ, അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് ഗ്യാപ്പിൽ നമുക്ക് അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്. എങ്ങനെ നോക്കി? അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻ ഉണ്ട്, ഗോയിങ് കൺസേൺ, മണി മെഷർമെന്റ്, അതുപോലെ അക്കൗണ്ടിങ് പീരീഡ്, അതേപോലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഏതൊക്കെ നോക്കാം? റവന്യൂ റിയലൈസേഷൻ, വെരിഫയബിൾ ഒബ്ജക്റ്റീവ്, മാച്ചിങ് പ്രിൻസിപ്പിള്, ഫുൾ ഡിസ്ക്ലോഷർ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിള്, ഡ്യുവൽ ആസ്പെക്ട്, ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വരുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് വരുന്നത് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, ഇതൊക്കെയാണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾ വരുന്നത്. അത് കൂടാതെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഗ്യാപ്പിന്റെ സബ് ഡിവിഷൻസ് ആണ് അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിൽ വരുന്ന സബ് പോയിന്റ്സ് ഒക്കെ ആയിട്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ് അസംഷൻസ് നോക്കാം കേട്ടോ. അസംഷൻസ് ആണ് കേട്ടോ. നമ്മൾ അസ്യൂം ചെയ്ത് അത് അങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ നോക്കാം. അക്കൗണ്ടിങ് അസംഷൻസ് ഞാൻ എൻ്റെ മക്കളെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയും കേട്ടോ. കൺസെപ്റ്റുകളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കേട്ടോ. ഈ എൻറ്റിറ്റി എന്നുള്ള വേർഡ് ഒരു പുതിയ വേർഡാണ് അല്ലേ? സ്ഥാപനം എന്നാണ് കേട്ടോ. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് കൺസെപ്റ്റ് കേട്ടോ. ഫസ്റ്റ് അസംഷൻ ആണ്. ബോത്ത് ആർ സെയിം, കൺസെപ്റ്റും അസംഷനും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതായത് നോക്കിയേ, ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതായത് ഒരു ബിസിനസ്സും അതിന്റെ ഓണറും രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. ബോത്ത് ആർ നോട്ട് ഈക്വൽ അല്ലേ? തുല്യരല്ല, രണ്ടും സെപ്പറേറ്റ് ആണ് എന്ന് കാണിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത്? ബിസിനസ് കൺസെപ്റ്റ് ആണ് എന്ത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ബിസിനസിന്റെ ഓണറും ബിസിനസ്സും രണ്ടും സെപ്പറേറ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതേപോലെ ഓണർ ഈസ് ദി ബിസിനസ് ആൻഡ്, അപ്പോൾ ബിസിനസിന്റെ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണെന്ന് കാണിക്കുന്ന കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അത് കൂടാതെ നോക്കിയേ, ഓണർ ഈസ് ദ ക്രെഡിറ്റർ ഓഫ് ബിസിനസ് ആൻഡ് ക്യാപിറ്റൽ ഈസ് ദ ലയബിലിറ്റി ഓഫ് എ ബിസിനസ്. അതായത് ഓണർ എന്ന് പറയുന്ന ആള് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ക്രെഡിറ്റർ ആണെന്നും, അതേപോലെ കമ്പനിയിലെ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലെ ക്യാപിറ്റൽ അത് കമ്പനി ഓണർക്ക് മടക്കി തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ? അതായത് ലയബിലിറ്റി ആണ് എന്ന് കാണിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണെന്ന് ഈ കൺസെപ്റ്റ് പറയുന്നു. അതേപോലെ ഓണർ ക്രെഡിറ്റർ ആണെന്നും ക്യാപിറ്റല് ലയബിലിറ്റി ആണ് എന്നും പറയുന്ന കൺസെപ്റ്റ് ഇതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഫസ്റ്റ് കൺസെപ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കേട്ടോ. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഇത് ഗോയിങ് കൺസേൺ. നോക്കാം. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ബിസിനസിന്റെ ഓണർ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഈ ബിസിനസ് ഒരുപാട് നാള് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ഒരുപാട് നാള് മുമ്പോട്ട് പോകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. അതേപോലെ ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ഒരു ബിസിനസ്സിന് നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത ഒരുപാട് അനന്തരമായ ലൈഫ് ഉണ്ട് എന്ന് കാണിക്കുന്നത് എന്താണ്? ഗോയിങ് കൺസേൺ ആണ്. അപ്പോൾ ബിസിനസിന്റെ ലൈഫ് ലോങ് പീരീഡ് ആണ് എന്ന് പറയുന്നതും, അതുപോലെ ഇൻഡെഫിനിറ്റ് ലൈഫ് ആണെന്ന് പറയുന്നതുമാണ് ഗോയിങ് കൺസേൺ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വൺ, മൂന്നാമത്തിലേക്ക് പോകാം. സിമ്പിൾ ആണ്.
അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് നമുക്കറിയാലോ നമ്മുടെ സ്കൂളൊക്കെ എപ്പോഴാണ് അക്കാഡമിക് പീരീഡ് ജൂൺ ടു മാർച്ച് അല്ലേ. കലണ്ടർ പീരീഡ് എപ്പോഴാണ് ജാനുവരി ടു ഡിസംബർ. അതേപോലെ അക്കൗണ്ടിങ്ങിലും അക്കൗണ്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും അക്കൗണ്ടിങ് വർക്ക് എൻഡ് ചെയ്യാനും ഒരു സ്പെസിഫിക് ടൈം പറയുന്നുണ്ട്. ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ് കേട്ടോ. പ്രാക്ടിക്കലി എപ്പോഴാണെന്നറിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാ വർഷവും ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് മാർച്ച് 31 എന്ത് ചെയ്യും? അത് എൻഡ് ചെയ്യും കേട്ടോ. ഇതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും അക്കൗണ്ടിങ് വർക്ക് എൻഡ് ചെയ്യാനുമുള്ള ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഫോർത്ത് വണ്ണിലേക്ക് പോകാം. ഫോർത്ത് വണ്ണാണ് ദ മെയിൻ പ്രിൻസിപ്പിൾ ആണ് ഇത്. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. മൗലികമായിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ അടിത്തറ എന്നൊക്കെ പറയുന്നത് ഈ പ്രിൻസിപ്പിളാണ്. നോക്കാം, സംഭവമാണ് ഡ്യുവൽ ആസ്പെക്ട് ആണ് കേട്ടോ. ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട് കേട്ടോ. സംഭവം നോക്കിയേ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആൻസർ എന്താണ്? ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി എന്ന് പറയാം കേട്ടോ. ഇനി ഈ പ്രിൻസിപ്പിൾ പ്രകാരം എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട് അല്ലെ. ഏത് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിയാലും ആ ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആസ്പെക്ട്സ് നോക്കിയേ? റിസീവിങ് ആസ്പെക്ട് അല്ലെങ്കിൽ ഡെബിറ്റ് എന്ന് പറയും. അതുപോലെ ഗീവിങ് ആസ്പെക്ട്, ക്രെഡിറ്റ് അല്ലെ. ഈ 2 ഡെബിറ്റും ക്രെഡിറ്റും അത് എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട് എന്ന് കാണിക്കുന്ന പ്രിൻസിപ്പിളാണ് എന്ത്? നമ്മുടെ ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ്ഡ് ആയത് ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ന്യൂട്ടൺസ് ലോ അല്ലെ, ന്യൂട്ടന്റെ 3rd ലോ ഇല്ലേ, എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ആൻഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ലോ ഇല്ലേ, ആ ലോയുമായിട്ട് റിലേഷനുള്ള അക്കൗണ്ടിങ് ഒരു പ്രിൻസിപ്പിൾ ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ടെന്ന് കാണിക്കുന്നത് ഡ്യുവൽ ആസ്പെക്ട് ആണ്. അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ രൂപീകരിച്ചെടുത്തത് ഡ്യുവൽ ആസ്പെക്ട് പ്രകാരമാണ്. അതേപോലെ ന്യൂട്ടൺ, സയൻസിലെ ന്യൂട്ടൺസിന്റെ ലോയുമായിട്ട് റിലേഷനുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട് ആണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 5th വണ്ണിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ആണ് മണി മെഷർമെന്റ് ആണ് കേട്ടോ. മണി മെഷർമെന്റ് എന്നാ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ എന്താ മണി മെഷർമെന്റ്? പണം കൊണ്ട് അളക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആസ് പെർ ദിസ് കൺസെപ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ബിസിനസിന്റെ അക്കൗണ്ട് ബുക്കുകളിൽ എന്ത് മാത്രം രേഖപ്പെടുത്തുള്ളൂ? മണി അല്ലെ, പണം അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ രേഖപ്പെടുത്തുള്ളൂ കേട്ടോ. അതാണ് മണി മെഷർമെന്റ്. അപ്പോ മണി ഓർ മണീസ് വർത്ത്, പണമോ പണത്തിന് തുല്യമായിട്ടുള്ളതോ ആയിട്ടുള്ള ഇടപാടുകൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് മണി മെഷർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. വേരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയും കേട്ടോ. അതായത് ഇല്ലേ, നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് financial statements must be capable of verification supported by some objective evidence. Example, invoice, voucher, bank statements. അതായത് നമ്മളിപ്പോൾ ഒരു ഇടപാട് നടത്തിയാൽ ആ ഇടപാട് നടന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള തെളിവ് വേണ്ടേ? ഇപ്പൊ നമ്മൾ ബില്ല് പേ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റെസീറ്റ് കിട്ടും അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ഫീസ് ഒക്കെ എന്ത് ചെയ്യുന്ന ഒരു റെസീറ്റ് തരും, ഒരു ബുക്ക് എഴുതി തരും അല്ലേ. ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുത്താൽ ടിക്കറ്റ് കിട്ടും അല്ലേ. അതുപോലെ ഇപ്പോൾ ബാങ്കിലൊക്കെ എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വൗച്ചർ ഉണ്ടാവും അല്ലേ. അപ്പൊ അതേപോലെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് കാണിക്കുന്ന എവിഡൻസ് എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. എല്ലാ ട്രാൻസാക്ഷനും അത് നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. ബില്ലായിട്ടോ വൗച്ചറായിട്ടോ ഇൻവോയ്സ് ആയിട്ടൊക്കെ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. മാച്ചിങ്. നെക്സ്റ്റ് മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കോസ്റ്റ് ഓർ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ്
ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് കേട്ടോ. അതാണ് മാച്ച് പ്രിൻസിപ്പിൾ കേട്ടോ. എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ്, പ്രീപെയ്ഡ് ഒക്കെ വരും കേട്ടോ. അതായത് ഇല്ലേ, ഇപ്പൊ ഒരു വർഷം ഒരു കമ്പനിക്ക് ഉണ്ടായ വരുമാനം ഒരു 10,000 rupees ആണ്. അപ്പൊ ഇല്ലേ, ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചിലവില്ലേ, ചിലവ് എന്ത് ചെയ്യണം, ആ വർഷം തന്നെ കാണിച്ചിരിക്കണം, തമ്മിൽ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്താൽ മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ, കറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു വർഷമുണ്ടായ ചിലവും ആ വർഷത്തെ വരുമാനവും എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ വരവിൽ നിന്ന് ചിലവ് കുറച്ചിട്ട് അല്ലെ, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഫുൾ ഡിസ്ക്ലോഷർ കേട്ടോ. ഈ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ മീനിങ് എല്ലാം വെളിപ്പെടുത്തുക, റിവീൽ ചെയ്യാന്നാണ് കേട്ടോ. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ കാര്യവും എന്ത് ചെയ്യുക, റിവീൽ ചെയ്യാന്നാണ് കേട്ടോ. നോക്കാം, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ യൂസർ. നമുക്കറിയാലോ, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, ബാങ്കർ, കസ്റ്റമറൊക്കെ നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചല്ലേ, ബാങ്കർ, കസ്റ്റമർ, എംപ്ലോയീസ് അല്ലേ, അതുപോലെ സപ്ലയേഴ്സ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യവും എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, വെളിപ്പെടുത്തുക. കാരണം അവരത് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഒളിച്ചു വെക്കരുത്, എല്ലാ കാര്യവും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഇനി ഒരു പോയിന്റ് ഉണ്ട്, കണ്ടീജന്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദി ബുക്സ് ആർ ആസ് പെർ ഫുൾ ഡിസ്ക്ലോഷർ. അതായത് കണ്ടീജന്റ് ലയബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, പേര് അറിഞ്ഞിരിക്കുക കേട്ടോ. കമ്പനിക്ക് ഒരു എന്താ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇത് പ്രകാരമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കേട്ടോ. അതിന് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയും, 2 പേരുണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമിന് കോസ്റ്റ് കൺസെപ്റ്റ് ചോദിക്കാം കേട്ടോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ കോസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വാല്യൂ യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ് in which the value of a fixed asset is recorded at its original cost കേട്ടോ. അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും കേട്ടോ. അതായത് നമ്മൾ ഒരു കമ്പനിയെ, ഒരു ബിസിനസ്, ഒരു അസറ്റ് മേടിക്കുമ്പോൾ, ഒരു ഫിക്സ്ഡ് അസറ്റ് മേടിക്കുമ്പോൾ ആ അസറ്റ് മേടിച്ച വിലയാണ് എന്ത് ചെയ്യുക, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക കേട്ടോ. അത് മാർക്കറ്റിന്റെ വാല്യൂ കൂടാൻ കുറയാം, അതൊന്നും എന്ത് ചെയ്യില്ല, നമ്മളത് കൺസിഡർ ചെയ്യില്ല. നമ്മൾ എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്ത് ആ അസറ്റ് മേടിച്ചത് ആ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഫിക്സ്ഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ പറയുന്നത് ഒരു ഫിക്സ്ഡ് അസറ്റ് എത്ര രൂപ സ്പെൻഡ് ചെയ്താണ് നമ്മൾ മേടിച്ചത് ആ എമൗണ്ട് ആയിരിക്കും ആ അസറ്റിന്റെ ലൈഫ് ലോങ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കൺസിസ്റ്റൻസി അല്ലേ, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. നോക്കാം, അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം 1 year to another, ഇയർ ആഫ്റ്റർ ഇയർ. അതായത് ഒരു കമ്പനി ഈ വർഷം യൂസ് ചെയ്ത അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, അടുത്ത വർഷവും ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി. അപ്പോൾ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് ഡാറ്റാസിന്റെ കമ്പാരിസന് വേണ്ടി ഒരു വർഷം ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, ഏത് പ്രാക്ടീസ് ആണ് യൂസ് ചെയ്തത്, ആ സെയിം പ്രാക്ടീസ് തന്നെ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കൺസർവേറ്റിസം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കൺസർവേറ്റിസം. നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ് വൈൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കമ്പനിക്ക് എപ്പോഴും ലാഭം ഉണ്ടാകുമെന്ന് മാത്രം ചിന്തിച്ചിരിക്കരുത് അല്ലേ, നഷ്ടം ഉണ്ടാവാനുള്ള ഫുൾ പോസിബിലിറ്റി എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. നഷ്ടവും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കരുതി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബിസിനസ്സിൽ ലാഭം മാത്രമല്ല നഷ്ടവും ഉണ്ടാവും. അപ്പോൾ നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ, നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വേണം എന്ത് ചെയ്യാൻ, മുമ്പോട്ട് പോവാൻ. അതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൊഡൻസ് കേട്ടോ, പ്രൊഡൻസ് എന്നും പറയും. ഓക്കെ, ഇനി ദിസ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ് കേട്ടോ. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എക്സാമിന് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് എഴുതണം, കൺസർവേറ്റീവ്സ് എഴുതണം കേട്ടോ.
പിന്നെ അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ സ്റ്റോക്ക് ഒക്കെ വാല്യൂ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ ചെറുത് അത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. അത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് മാത്രം കൺസിഡർ ചെയ്യരുത്, ലോസ് കൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് കൺസർവേറ്റിസം. പിന്നെ പ്ലേയിങ് സേഫ് ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അതേപോലെ സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ ഏതാണോ ചെറുത് എന്ന് നോക്കി റെക്കോർഡ് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. പിന്നെ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും കൺസർവേറ്റിസം പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റവന്യൂ റിയലൈസേഷൻ. റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ പോയിന്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ റവന്യൂ ഈസ് ഏൺഡ്. ഒരു കമ്പനി എപ്പോഴാണ് റവന്യൂ ഏൺ ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും അവർ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻസിപ്പിളാണ് റവന്യൂ റിയലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് മെറ്റീരിയാലിറ്റി. നമുക്ക് നോക്കാം. ഓൾ ദ മെറ്റീരിയൽ ഐറ്റംസ് ഷുഡ് ബി റിപ്പോർട്ടഡ് പ്രോപ്പർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ ഈ അക്കൗണ്ടിങ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നാൽ അത് മാത്രം എടുക്കാറുള്ളൂ. അപ്പോൾ വേണ്ടാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് കളയാറാണ് പതിവ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഡാറ്റാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, കളയുക, ഡ്രോപ്പ് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെയുള്ള ആ സംഭവമാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ സ്കൂളിൽ ഒരു 100 കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യും. എല്ലാ കുട്ടികളും സ്കൂളുകൾ എടുക്കുമോ? ഇല്ല. നല്ല മാർക്കുള്ളാക്കാൻ മാത്രം എന്ത് ചെയ്യും, എടുത്തിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, കളയും. അതേപോലെ അക്കൗണ്ടിങ് ഡാറ്റ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രം എടുക്കുക, ബാക്കി എന്ത് ചെയ്യുക, നമ്മൾ കളയുക. അതാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഇനിയാണ് സിസ്റ്റംസ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഫുൾ കഴിഞ്ഞ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ 2 സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡബിൾ എൻട്രി സിസ്റ്റം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രി ഉണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. നമ്മൾ ആദ്യം ഡ്യുവൽ ആസ്പെക്ട് പഠിച്ചില്ലേ? അതായത് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. ഏത് ഇടപാട് എടുത്ത് നോക്കിയാലും 2 ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലേ? അതൊക്കെ എന്താണ്, ഡബിൾ എൻട്രി ആണ്. അപ്പൊ ആ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഇത് ഡബിൾ എൻട്രി സിസ്റ്റം. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എവറി ട്രാൻസാക്ഷൻ ദെയർ ആർ 2 ആസ്പെക്ട്സ്, റിസീവിംഗ് ആസ്പെക്ട് ഡെബിറ്റ് ആൻഡ് ഗീവിംഗ് ആസ്പെക്ട് ക്രെഡിറ്റ്. അല്ലെ, ഏത് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിയാലും ആ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട് ഉണ്ടാകും എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഡ്യുവൽ ആസ്പെക്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഏത് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ട്, റിസീവിംഗ് ആസ്പെക്റ്റും ഗീവിംഗ് ആസ്പെക്റ്റും ഉണ്ടെന്ന് പറയുന്നത് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദിസ് സിസ്റ്റം ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് എന്ത്, മോർ ആക്യുറേറ്റും റിലയബിളും. തേർഡ് വൺ ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ദ കംപ്ലീറ്റ് ആൻഡ് സയന്റിഫിക് സിസ്റ്റം. അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതും സയന്റിഫിക് ആയിട്ടുള്ളതായിട്ടുള്ള സിസ്റ്റം ഏതാണ്, ഡബിൾ എൻട്രി സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നോക്കാം. ഡബിൾ എൻട്രി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിംഗിൾ എൻട്രി. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉള്ള ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ് എന്ത്, സിംഗിൾ എൻട്രി കേട്ടോ. ഇറ്റ് ഈസ് സിമ്പിൾ, കൺവീനിയൻറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. ദിസ് ഈസ് അൺസയന്റിഫിക്. ഇത് സിമ്പിൾ ആണെങ്കിലും എന്താണ്, ഇത് അൺസയന്റിഫിക് ആണ് കേട്ടോ. ശാസ്ത്രീയമായിട്ടൊന്നും ഇതിനൊരു അടിത്തറയില്ല, അൺസയന്റിഫിക് ആണ്. ഇത് ആരും ഫോളോ ചെയ്യാറില്ല കേട്ടോ. വലിയ വലിയ കമ്പനികളൊക്കെ ഡബിൾ എൻട്രിയെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഡബിൾ എൻട്രി ഉണ്ട്, സിംഗിൾ എൻട്രി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബേസിസ്. സെക്കൻഡ് വൺ ആണ് അക്രൂവൽ ബേസിസ്. എന്താണ് ക്യാഷ് ബേസിസ് നോക്കാം. നോക്കിയേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അല്ലേ, നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അത് റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ക്യാഷ് കിട്ടുക അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതൊരു ക്യാഷ് ബേസിസ് കേട്ടോ. ക്യാഷ് ഒന്ന് കിട്ടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പേ ചെയ്യണം.
അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് ക്യാഷ് ബേസിസ്. അതേപോലെ ദിസ് സിസ്റ്റം ഡസ് നോട്ട് ഫോളോ മാച്ചിങ് പ്രിൻസിപ്പിൾ, ഹെൻസ് ആക്യുറേറ്റ് പ്രോഫിറ്റ് ലോസ് കനോട്ട് ബി കാൽക്കുലേറ്റഡ്. ഇവിടെ ഇല്ലേ ക്യാഷ് മാത്രം റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മാച്ചിങ് പ്രിൻസിപ്പിൾ ഇല്ലേ, മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രോഫിറ്റോ ലോസോ അറിയാൻ സാധിക്കുന്നില്ല. അതൊരു പോരായ്മയാണ് കേട്ടോ ക്യാഷ് ബേസിസിന്റെ. ഇനി സെക്കൻഡ് വൺ നോക്കാം, അക്രൂവൽ ബേസിസ്. ഓക്കെ, കോസ്റ്റ് ആൻഡ് റെവന്യൂസ് ആർ റെക്കോർഡഡ് in the books which they occur rather than they are paid or received. അല്ലേ, അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുകയോ ക്യാഷ് കിട്ടുകയോ വേണ്ട, ക്യാഷുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ എന്ത് അക്യുറൽ ബേസ് വരുന്നത് കേട്ടോ. ഇത് ഇനാക്യുറേറ്റ് ആണ് കേട്ടോ, പ്രോഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അക്യുറൽ ബേസ് ഫോളോ ചെയ്താൽ പ്രോഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. നോക്കാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സർട്ടൻ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് ഇസ് കോൾഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പൊ അക്കൗണ്ടിങ് ചെയ്യുന്ന ആള് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട് അല്ലെ, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് എന്ത് വിളിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നോക്കാം. ഒരു കമ്പനിക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിൽ വരുന്ന വേരിയേഷൻസ് അല്ലെ, വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ്, അതായത് കമ്പനിയിൽ ഒരു സെയിം സിസ്റ്റം ഫോളോ ചെയ്യാൻ അല്ലെ, അതായത് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ സെയിം സിസ്റ്റം അത് ഫോളോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇന്റർ ആൻഡ് ഇൻട്രാ കമ്പാരിറ്റബിലിറ്റി കേട്ടോ. അപ്പോൾ ഇൻട്രാഫോമും ഇന്റർഫോം കമ്പാരിസൺ ഇവിടെ പോസിബിൾ ആകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആണ് കേട്ടോ. ഇത് ഷോർട്ട് ഫോം ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട് എക്സാമിന്, എന്താണ് IFRS, അത് തന്നിട്ട് ഫുൾ ഫോം എഴുതാൻ പറയാറുണ്ട്. IFRS സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ റൂൾസ് ടു ബി ഫോളോഡ് ബൈ എവരി കമ്പനീസ് ഇൻ ദ വേൾഡ്. ലോകത്തുള്ള എല്ലാ കമ്പനീസും ഒരേപോലെ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് IFRS. IFRS is developed by IASB. IASB എന്ന് പറയുന്ന ഒരു ബോർഡാണ് IFRS ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ഈ ബോർഡിന്റെ ഫുൾ ഫോം ഇതാണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഈ IASB എന്ന് പറയുന്ന ബോർഡാണ് IFRS ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ IFRS ഫുൾ ഫോം ചോദിക്കാം, IASB ചോദിക്കാം കേട്ടോ, അത് എഴുതിക്കോളാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് GST കേട്ടോ. ടാക്സ് ആണ് കേട്ടോ. അത് നമുക്കറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് GST കേട്ടോ. ചെറിയൊരു തിയറി പോർഷൻ ആണ്, ഒരുപാട് പഠിക്കാനൊന്നുമില്ല, തിയറി പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് GST പറയാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ടാക്സ്, നികുതി, അതാണ് GST കേട്ടോ. ഈ GST ആദ്യമായിട്ട് വന്ന ഫ്രാൻസിലാണ് കേട്ടോ, ഇന്ത്യയിലല്ല, ഫ്രാൻസിലാണ് കേട്ടോ ആദ്യമായിട്ട് GST ആവിഷ്കരിച്ചത്. പിന്നെ ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അറിയാമോ, 1 ജൂലൈ 2017 കേട്ടോ, 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ വന്നത്. ഓക്കെ, GST സ്ലാബുകൾ ഏതൊക്കെ നോക്കാം. GST ചാർജ് ചെയ്ത റേറ്റ് ആണ് കേട്ടോ. 0% ഉണ്ട്, 8%, 5% ഉണ്ട്, 12% ഉണ്ട്, 18 ഉണ്ട്, 28 ഉണ്ട്. ഇതൊക്കെയാണ് GSTയുടെ സ്ലാബ് കേട്ടോ. ഇനി ഇതൊക്കെ അറിയാലോ, ടാക്സ് 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് കേട്ടോ. ഇത് ഇൻഡയറക്റ്റ് ടാക്സ് വന്നാണ് GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് ആണ്, ഇൻകം ടാക്സ് വേറെയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നതാണ് GST കേട്ടോ, എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആദ്യമായിട്ട് വന്ന ഫ്രാൻസിലാണ്, ഇന്ത്യയിൽ വന്നത് ജൂലൈ 1, 2017 വന്നതെന്ന് അറിയാം കേട്ടോ. ഓക്കെ, ഇനി GSTയുടെ അഡ്വാൻറ്റേജ് നോക്കാം, എന്തൊക്കെ ഗുണങ്ങളാണ് GSTക്കുള്ള നോക്കാം കേട്ടോ. GST വന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഈസ് ഓഫ് ബിസിനസ്. ബിസിനസ്സുകൾക്ക് എന്താണ് ഒരുപാട് സൗകര്യമായിട്ടുള്ളത്, ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് പോകാനും ടാക്സ് ഒക്കെ പേ ചെയ്ത് പോകാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെസ് കറപ്ഷൻ അല്ലെ, അഴിമതി, നികുതിയിൽ ഉണ്ടാകുന്ന അഴിമതികൾ, ടാക്സ് ഉണ്ടാകുന്ന ടാക്സ് വെട്ടിക്കുക, പ്രോഫിറ്റ് പൂഴ്ത്തി വെക്കുക, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ടാക്സിലുള്ള അഴിമതികൾ, കറപ്ഷൻസ് കുറയ്ക്കാൻ GST ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം 1 ടൈം ടാക്സ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മോർ സേവിങ്, കമ്പനികൾക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം ഒരുപാട് പണം നഷ്ടപ്പെടുമായിരുന്നു.
പക്ഷെ ഇപ്പം അങ്ങനെയില്ല. വൺ സിസ്റ്റം ഓഫ് ടാക്സ് ആയതുകൊണ്ട് കമ്പനികൾക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൺട്രോൾ ഓഫ് ബ്ലാക്ക് മണി അല്ലേ, ബ്ലാക്ക് മണി കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്ത എമൗണ്ട് അല്ലേ, എന്താ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ കണക്കിൽ പെടാത്ത ക്യാഷ്. അപ്പോൾ ബ്ലാക്ക് മണിക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് എടുത്ത GST സിസ്റ്റം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിഡക്ഷൻ ഓഫ് ടാക്സ് ഇവേഷൻ അല്ലേ, ടാക്സിന്മേൽ ടാക്സ് ആ ഒരു സിസ്റ്റം കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മോർ എംപ്ലോയ്മെന്റ് അല്ലേ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ GST ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. GST കൺസൾട്ടൻസ്, GST ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ജോലി അവസരങ്ങളും GST വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് GSTയുടെ കമ്പോണൻസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ടൈപ്സ്, കമ്പോണൻസ് ടൈപ്സ് സെയിം ആണ് കേട്ടോ. എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് CGST, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. അതായത് ഒരു സംസ്ഥാനത്ത് തന്നെയാണ് അവരുടെ ഇത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അപ്പോൾ അതാണ് CGST കേട്ടോ. നെക്സ്റ്റ് വൺ എന്ത് SGST കേട്ടോ. SGST എന്താണ് വിത്തിൻ ദ സ്റ്റേറ്റ്സ് അല്ലേ, സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് അല്ലേ, അതാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ IGST അത് ഇന്റർ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇത് തന്നെ എന്താണ് നമ്മുടെ സ്റ്റേറ്റുകൾ തമ്മിൽ കേട്ടോ, അത് പറയുന്നതാണ് IGST. ഓക്കെ, അപ്പോൾ CGST ഉണ്ട്, SGST ഉണ്ട്, IGST ഉണ്ട് കേട്ടോ. SGST എന്താണ് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെയുള്ളത്, അതാണ് SGST. CGST എന്താണ് സെൻട്രൽ ആണ്, കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ടാക്സ് ആണ്. IGST എന്താണ് വിത്തിൻ 2 സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ വരുന്നതാണ് IGST. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കമ്പോണൻസ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പറയുന്ന കാര്യങ്ങളാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IFRS, GST, അതിന്റെ കമ്പോണൻസ്, അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ ഇത്തരം ടോപ്പിക്കാണ് പഠിച്ചിരിക്കേണ്ടത്. കറക്റ്റായിട്ട് പഠിക്കുക. തിയറി പോർഷൻ ആണ്, മാർക്ക് മേടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.